യോഹന്നാന്റെ സുവിശേഷം 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഓർപ്പിച്ചല്ലോ, ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ മഹിമ യോഹന്നാൻ വെളിപ്പെടുത്തി. ഒന്ന്, അവിടുന്ന് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട. ഇന്ന് രാത്രി പാപത്തിന്റെ അധീനതയിൽ, പാപത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പാപമോചനത്തിനും പാപനിവാരണത്തിനും ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തവും. അവിടുത്തെ രക്തം പുണ്യാക രക്തമാണ്, വിലയേറിയ രക്തമാണ്. ഇന്ന് രാത്രി ഈ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചു വേണം കൂടപ്പെട്ടവര് കടന്നു പോകുവാൻ. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്ര രക്താംബരം പോലെ ഇരുന്നാലും, ആമ എത്ര കടുചുമപ്പായിരുന്നാലും, അത് ഹിമത്തോളം പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമാണ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പരിശുദ്ധ രക്തം. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിന്റെ പരിശുദ്ധ രക്തം ഇന്ന് രാത്രി നിന്റെ പാപത്തെ മോചിച്ച് നിന്നെ രക്ഷിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിനോട് പറ, കർത്താവിനോട് പ്രാർത്ഥിക്കൂ, യേശു നിന്നെ രക്ഷിക്കും. 1-ാം അധ്യായത്തിൽ ലോകപാപം ചുമക്കുന്ന ദൈവകുഞ്ഞാട് ചൂണ്ടിക്കാണിക്കുക യോഹന്നാൻ. 2-ാം അധ്യായത്തിൽ അത്ഭുതങ്ങളുടെ ദൈവം ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഒന്നും വിവരിക്കുന്നില്ല, ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ ഓരോ അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തി. നമ്മൾ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചിരിക്കുന്നത് കൊണ്ട് 1-2 കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? പറയാൻ കാരണം, ഹൃദയം കലങ്ങരുത്. ഇവിടെ ഇരിക്കുന്ന മിക്കവരുടെയും ഹൃദയം കലങ്ങിയിരിക്കുക. ചിലരുടെ ഹൃദയം ഇപ്പം കലങ്ങിയിട്ടുണ്ട്. ഇയാള് പ്രസംഗം തുടങ്ങിയതുള്ളപ്പോൾ അതിന് നിർത്തുന്ന വണ്ടി കിട്ടുമോ, വീട്ടിൽ പോയി പറ്റുമോ? ഹൃദയം കലങ്ങിയിരിക്കുക. വലിയ കലക്കമല്ലെങ്കിൽ അതും കലക്കവാ. നാളത്തെ കുറിച്ച് വിചാരപ്പെട്ട് മനം തൊന്നിരിക്കുന്നവർ ഇതിനകത്ത് കാണും. കടഭാരത്താൽ വലയുന്നവര് ഇതിനകത്ത് കാണാം. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് മനം തൊന്ന് കലങ്ങിയിരിക്കുന്നവർ ഇതിനകത്ത് കാണാം. ശാരീരിക ക്ഷീണങ്ങൾ, രോഗപീഠകൾ വലഞ്ഞ് ഡോക്ടർമാർ ചിലപ്പോൾ പറയുമായിരിക്കും, ആമേ ഇത് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഹൃദയം കലങ്ങിയിരിക്കുന്നവർ ഇതിനകത്ത് കാണും. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിന് കലക്കം അനുഭവിക്കുന്നവർ ഇതിനകത്ത് കണ്ടെന്ന് വരാം. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഹൃദയ കലക്കത്തോടിരിക്കുന്നവർ ഇന്ന് കാണും. അങ്ങനെയുള്ളവരോട് വചനത്തിൽ കൂടെ നമ്മുടെ കർത്താവ് തന്നെ അരുളി ചെയ്യുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഇവിടെ 14-ാം അധ്യായത്തിൽ യേശു പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. പറയാൻ കാരണം, ഈ 13-ാം അധ്യായം പഠിക്കണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിഷയം പെട്ടെന്ന് പറ. മൊത്തം വിഷയമാ. യോഹന്നാൻ 13-ലെ വിഷയം വായിച്ച ആളിനോട് ആദ്യം ചോദിക്കട്ടെ. എന്നാ പാട്ട് പാടിയ പുള്ളിയോട് ചോദിക്കാം. ഓടിച്ച് പറയാം, കടിച്ചവൻ തന്നെ വിഷമെടുക്കാം. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 13-ാം അധ്യായ വിഷയം എനിക്കറിയാമോ? പിന്നെ അവൻ പറയാം, എന്നോട് മാത്രം ചോദിച്ചില്ല, എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിഷയം ഒറ്റ വാക്കി പറഞ്ഞ പെസകായ. പെസക. യേശുവും തന്റെ ശിഷ്യന്മാരും പെസക ആചരിക്കാൻ പോവുക. അവൾ ഈ പെസക ആചരിക്കുന്നതിന് മുമ്പ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരാദ്യം വന്ന് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടാ നിനക്ക് പെസക ഒരുക്കേണ്ടതിന് സ്ഥലം? അത് ചോദിക്കാൻ കാര്യം, കയറിക്കിടക്കാൻ ഇടമില്ല. യേശുവിനെ യാത്ര ചെയ്യാൻ വാഹനമില്ല, കരം കൊടുക്കാൻ കാശില്ല, ഒന്നുമില്ല കയ്യിൽ. ജന്മസ്ഥലം വഴികം പല്ലം ശയ്യ ഗൃഹം പുൽക്കൂടാക്കി. ജന്മ സ്ഥലം വഴികം പല്ലം. ജന്മസ്ഥലം
വഴിയമ്പലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തിൽ. അപ്പൊ ശ്രദ്ധിക്കുക, കേറി കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, കരം കൊടുക്കാൻ കാശില്ല, യോഗം നടത്താൻ ഇടമില്ല. മിക്കപ്പോഴും ശുശ്രൂഷ കഴിഞ്ഞ് പട്ടിണിയാ. ചിലര് അത്താഴത്തിന് വിളിച്ചു, ചിലര് മുത്താഴത്തിനും വിളിച്ചു. അതെല്ലായിടത്തുമില്ല. മിക്കപ്പോഴും ശുശ്രൂഷ കഴിഞ്ഞ് വിശന്ന് പ്രാണം തല്ലിയായി ഇതുങ്ങളിൽ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വിശപ്പിന്റെ കാഠിന്യം നിമിത്തമാ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചെന്നാ നമ്മുടെ ആൾക്കാരും അങ്ങനെയുണ്ട്. കൈ കഴുകാതെ ആദ്യം കഴിക്കുന്നത്, പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് വെള്ളം എവിടാന്ന്. അപ്പോഴേ നമുക്ക് മനസ്സിലായി കൈ കഴുകാതെ ബേബിക്കുട്ടി. മിക്കവരും അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം എവിടാന്ന്. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരും എനിക്ക് തോന്നുന്നത് വിശന്ന് പ്രാണം തല്ലുന്നതാണ്. അതുകൊണ്ട് ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. പിന്നെ കൈയൊക്കെ കഴുകണേ, കുളിക്കണേ, വീറും വൃത്തിയായിട്ട് നടക്കണേ. ഓപ്പണായിട്ട് അങ്ങ് പറയാൻ ചിലർക്ക് ഇഷ്ടമല്ല. എന്നാലും ചിലർ ഈ വിശുദ്ധ യൗവനം അങ്ങ് നാറ്റമാണ്. പിന്നെ ശ്വാസം പിടിച്ച വിശുദ്ധ യൗവനം സാധാരണ കൊടുക്കുമ്പം പറയും മാറാനാഥ എന്നൊക്കെ പറഞ്ഞ് മിണ്ടാനൊക്കെ അല്ല. മാറാനാഥ എന്ന് പറഞ്ഞാൽ മാറാ നാഥ നാന്ന് പറയുമ്പോൾ അകത്തോട്ടാ, അത് നമ്മൾ അകത്തോട്ട് എടുക്കുക. അതുകൊണ്ട് നാ പറയുന്നില്ല, മാ അങ്ങോട്ടിരുന്നോട്ടെ. അത് നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. ഇവര് കൈ കഴുകാനായി ഭക്ഷണം കഴിച്ചേ, വിശപ്പ് കൊണ്ടായിരിക്കും. ഒരിക്കൽ വിശന്നിട്ട് ആരുടെയോ വയലിലിറങ്ങി കതിരി പറിച്ച് തിരുമ്മി തിന്നു. അപ്പോൾ ഇതാണ് യേശുവിന്റെ മാർഗം. ചുരുക്കി പറഞ്ഞാൽ സ്ഥലമൊന്നുമില്ല. ഒരിക്കലെ കർത്താവ് പറഞ്ഞ പടകൊരൽപ്പം നീക്കി ഞാനൊന്നിരുന്ന് സംസാരിക്കട്ടെ. ഒന്നുമില്ല. പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാ നമ്മുടെ കർത്താവ്. അപ്പൊ ശിഷ്യന്മാർക്ക് ഇടയ്ക്ക് ഒരു ചിന്തയുണ്ട്, പുള്ളി ഇല്ലില്ലെന്ന് പറഞ്ഞാൽ എന്തേലുമൊക്കെ കാണും. ഇല്ലെന്നൊക്കെ പുള്ളി ചുമ്മാ പറയുന്ന അല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു 1 കോടി രൂപ കിട്ടിയെന്നാ ഞാൻ അറിഞ്ഞെന്ന്. ഒരു സഹോദരി അവക്ക് ഭ്രാന്ത, അത് വേറൊരു വിഷയം. 1 കോടി രൂപ എന്നോടാ പറഞ്ഞത്. നിങ്ങൾ മിണ്ടുന്നില്ല, നല്ലക്ക് വട്ട. എന്നാലും പിന്നെ നമ്മളെ പറ്റി അങ്ങനെ ഒരു ധാരണയുള്ളത് നല്ലതാ. ഗതിയും കത്തി എന്തോ എഴുതാത്തൊരുത്തനാ, അത് വേണ്ട. പൗലോസ് പറഞ്ഞുകൊണ്ട് ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കർത്താവ് തെളിയിച്ചു കൊടുത്തു ഒന്നുമില്ലെന്ന്. ഒരിക്കൽ യേശു പറഞ്ഞല്ലോ, കുറുനരികൾക്ക് പറ എന്ന് വായിച്ചിട്ടില്ലേ? കുറുനരികൾക്ക് ആകാശത്തിലെ പറവജാതിക്ക്. നിങ്ങൾ മനഃപൂർവ്വം പറയാത്തതാണോ? നരികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്കു വസിപ്പതിനായി കൂടും. നരികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്കു വസിപ്പതിനായി കൂടും. പൂവിലുണ്ടിവനോ തലചായ്വതിനായി കുരിശല്ല, നീ പാരിൽ സ്ഥാനമില്ല. പൂവിലുണ്ടിവനോ തലചായ്വതിനായി കുരിശല്ല, നീ പാരിൽ സ്ഥാനമില്ല. കുരിശും നിജതോളിലടു ഒരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണി. അപ്പൊ ശ്രദ്ധിക്കുക, യാതൊന്നുമില്ല. ഒരു ദരിദ്രനായിട്ടാണ് ഇവിടെ ജീവിച്ചത്. കൊരിന്ത്യലേഖനത്തിൽ അങ്ങനെയാണല്ലോ വാക്യം. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവിടുത്തെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നരാക്കാൻ. അപ്പൊ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവിടുന്ന് അങ്ങനെ ജീവിച്ചത്. അതുകൊണ്ടാ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഗുരു ഞങ്ങൾ എവിടാ നിനക്ക് പെസഹ ഒരുക്കാൻ ശാല? അപ്പൊ കർത്താവ് പറഞ്ഞു, അത് നിങ്ങൾ
എതിരെയുള്ള ഉറക്കെ പറ അമ്മേ, ഉറക്കെ പറയാമേ. എന്നിട്ട് ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ കാണണം. പെസകായ്ക്ക് കഴുത അത്യാവശ്യമാണ്. ഒന്നും കിട്ടിയില്ലെങ്കിലും പെസകായ്ക്ക് ഒരു കഴുത. അതെ, എന്നാലും എന്തേലുമൊക്കെ പറയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒന്നും മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. എന്തേലും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ചെല്ലണം. അപ്പോൾ നഗരത്തിൽ ചെല്ലുമ്പോൾ ഒരുത്തനെ ഒരു കുടം വെള്ളം കോരിക്കൊണ്ട് വരും. ഒരു കുടം വെള്ളം കോരിക്കൊണ്ട് നിങ്ങൾക്ക് എതിർപ്പെടും. നേരെ അവൻ്റെ കുടവും വെള്ളവും തള്ളി താഴെ ഇട്ടച്ച്, ഇപ്പോഴാണോടാ വെള്ളം കോരിക്കൊണ്ട് എൻ്റെ മുന്നിൽ കൂടെ? അല്ലല്ല, അവനൊരു കുടം വെള്ളം കോരിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ അവൻ്റെ പിറകെ ചെല്ലണം. അവന് കോതുകാല് വെക്കരുത്. നമ്മളറിഞ്ഞ സൂക്ഷം അന്നേരം ഉടനെ നമ്മളത് ഫോട്ടോ എടുത്തുവെച്ച് വാട്സപ്പിലിട്ട് ലോകക്കാരെ മുഴുവൻ കാണിക്കും. അതുകൊണ്ട് അവൻ കുടവും വെള്ളമായിട്ട് വീണ് കിടക്കുന്നു. എന്നെ പറഞ്ഞ് വീണത് ഞാൻ കണ്ടു, പിന്നെ എൻ്റെ ഈ തെളിവുണ്ടെന്ന്. കുടം കിടക്കും. ഉടനെ വേറൊരാൾ ചോദിക്കും, പുള്ളി കുടവും വെള്ളമായിട്ട് വീണു. പുള്ളി വീഴാൻ സാധ്യത ഉണ്ട്. പിന്നെ എനിക്കറിയത്തില്ല കുടം ഉണ്ടായിരുന്നോ കുടം ഇല്ലായിരുന്നോ. ഞാനും ഇങ്ങനെ കേൾക്കുന്നു പുള്ളി കുടവായിട്ട് പടവോന്ന് വീണെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. പിന്നെ അതിനെപ്പറ്റിയാ എന്നാ കുടവായിരുന്നോ, മങ്കുടവായിരുന്നോ, ചെമ്പ് കുടവായിരുന്നോ, അങ്ങനെയാണല്ലോ ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. കർത്താവ് പറഞ്ഞു കോതുകാലൊന്നും വെക്കരുത്. അവൻ കുടവും വെള്ളമായിട്ട് പോകുമ്പോൾ നിങ്ങൾ പുറകെ ചെല്ലണം. അവനൊരു വലിയ വീട്ടിൽ കയറും, നിങ്ങളും അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ ആ വീട്ടുടയവൻ ചോദിക്കും, എന്നാ ഇതിലെ? അപ്പം നിങ്ങൾ പറയണം, കർത്താവിന് ഗുരുവിന് പെസക ഒരുക്കാൻ ശാല എവിടെയെന്ന് ചോദിക്കണം. അപ്പോൾ അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക. മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് വിരിച്ചൊരുക്കിയ വന്മാളിക എന്നാ. അങ്ങനെയോ ദൈവദാസി? മർക്കോസ് 14:15 വായിച്ചേ. 12 മുതൽ വായിക്കണം. കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിച്ചു. അപ്പം മനസ്സിലാകും 15 എടുത്ത് വായിക്കേണ്ടത്, എങ്കിലും 12 മുതൽ വായിച്ചു. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കിടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട് ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ചോദിക്കണം. അടുത്ത വാക്യം, അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. 15-ാം വാക്യം അങ്ങനല്ലേ? 15 ഒന്നുകൂടെ വായിച്ചേ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. വിരിച്ചൊരുക്കിയ വൻമാളിക. എനിക്ക് തോന്നുന്നത് മുകളിലത്തെ നില, അപ്പർ റൂം എന്നങ്ങാണ്ട ഇംഗ്ലീഷിൽ. ഒരു ഇംഗ്ലീഷിൽ കേട്ട നമ്മുടെ കൺവേർഷൻ തീരുകയല്ലേ, അങ്ങനല്ലേ? അപ്പർ റൂം എന്നല്ലേ? തെറ്റിയോ? അപ്പർ റൂം വിരിച്ചൊരുക്കിയ, ഫർണിഷ്ഡ് എന്നാ. അങ്ങനല്ലയോ ഇംഗ്ലീഷിൽ? ഇംഗ്ലീഷിൽ കേട്ടോ, ഇംഗ്ലീഷ് നോക്കിക്കേ. ഏതായാലും സമയം പോയി ഇംഗ്ലീഷ് കൂടി ഇരുന്ന് വെച്ച് പോകാം. പിന്നെ മാർക്ക് അതും ഇംഗ്ലീഷിൽ പറയാം. പിന്നെ ചാപ്റ്റർ 40 വേർഡ്സ് 50 ഇരിക്കട്ടെ ഇംഗ്ലീഷ്. പിന്നെ നടത്തം പറഞ്ഞ പുരോഗമനം ഉണ്ടെന്ന്. He will show you a large room upstairs, furnished and ready. എനിക്ക് ഫർണിഷ്ഡ് എന്ന് കിട്ടിയാൽ മതി. മൊത്തം വായിച്ചാൽ ഞാൻ കൊഴയും. ഇത് തന്നെ ഞാൻ ഒപ്പിച്ചോണ്ട് വന്ന എങ്ങനെയാന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. എന്തിനേറെ സമയമായപ്പോൾ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശുവും ശിഷ്യന്മാരും ഈ വിരിച്ചൊരുക്കിയ വൻമാളികയെ ചെന്നു. എൻ്റെ ഒരു ഭാവനയാ, അങ്ങനെ ആണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. കർത്താവ് ഇങ്ങനെ ഇരിക്കുന്നു,
ശിഷ്യവൃന്ദങ്ങളെല്ലാം വട്ടം ഇരിക്കുക. അപ്പം ഇവരിങ്ങനെ ഇരിക്കുമ്പം ഈ വീടും ചുറ്റുപാടും, ഒന്ന് ഇത് പട്ടണത്തിലെ വീടാണ്, 2 വൻമാളികയാണ്, 3 മേളിലത്തെ നിലയാണ്, 4 ഫർണിഷ്ഡ് ചെയ്ത റൂമാണ്. അപ്പം ഇതെല്ലാം അതിൻ്റെ വിശേഷതയാണ്. ഈ ശിഷ്യവൃന്ദങ്ങളെല്ലാം കൂടെ ഈ മുറിക്കകത്ത് കയറി. ഇവരിൽ മിക്ക പേരും വലിയ വീടും ചുറ്റുപാടും ഉള്ളവരല്ല, മിക്കവരും ഗലീലക്കാരാ, തന്നെയുമല്ല മുക്കുവന്മാരാ, മത്സ്യബന്ധനമാ. അപ്പൊ എൻ്റെ ഭാഷ പറഞ്ഞ വലിയ വീടോ ചുറ്റുപാടോ പട്ടണവാസികളോ ഒന്നുമല്ല, സാധാരണക്കാരാ, വെറും സാധാരണക്കാരാ. അപ്പൊ ഇങ്ങനെയുള്ള ഇവര് ഈ പട്ടണത്തിൽ ചെന്നു, ഈ വീട്ടിൽ ചെന്നു. മീൻ പിടിക്കുന്നവരും വള്ളവും മലയും നയമ്പും കടപ്പുറത്തെ ജീവിതവും അവിടുത്തെ സംസാരവും ആ ശൈലിയും ആ രീതിയും ജീവിത ശൈലികളാണ്. ഇങ്ങനെയുള്ള ഇവര് പട്ടണത്തിൽ ചെന്ന് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. പണ്ട് കുചേലവൃത്തത്തിലൊരു വരിയുണ്ട്. കുചേലൻ കൃഷ്ണനെ കാണാൻ പോയപ്പം അങ്ങോട്ട് ചെന്ന് പുള്ളി ദരിദ്രനാ ഈ വിപ്രൻ. അപ്പം ദാരിദ്ര്യദുഃഖമൊക്കെ അനുഭവിച്ച അങ്ങ് ചെന്നു ദ്വാരക കഥയാ. അവിടെ ചെന്നപ്പം ഈ പട്ടണമെല്ലാം കൂടെ കണ്ടപ്പം പുള്ളി അന്തം വിട്ടു പോയെന്ന. അത് വാര്യരെ കൊടുത്തിരിക്കുന്നത് പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി. പുള്ളി ദാഹിച്ചും വെച്ചെന്നു ആ ചെന്നത്. പക്ഷെ ഈ പട്ടണമെല്ലാം കൂടെ കണ്ടപ്പം പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി. അപ്പൊ ശ്രദ്ധിക്കുക, എന്ന് പറഞ്ഞതുപോലെ ഈ ശിഷ്യന്മാര് ഈ വലിയ വീട്ടിൽ, പട്ടണത്തിൽ വലിയ വീട്ടിൽ ചെന്നു. ഈ വീടിന്റെ പണിയും ചുറ്റുപാടും ഇതിന്റെ സാഹചര്യം കണ്ടപ്പോൾ ഇവരാകെ അന്തം വിട്ടു. എൻ്റെ ഭാവനയും കൂടെ ചേർത്ത് പറയുക കേട്ടോ, ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി. അപ്പൊ ശിഷ്യന്മാരിങ്ങനെ ചൊരുത്തം പറഞ്ഞു, തോമാച്ച ഇത് ഭയങ്കരം വീടാ കേട്ടോ. ഉടനെ അടുത്തിരുന്ന പുള്ളി പറഞ്ഞു, ഞാനും വന്നപ്പം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് ഒരുത്തം പറഞ്ഞു, ഈ ഇതെല്ലാം ഈ ഫർണിച്ചറെല്ലാം വെളിയിൽ നിന്ന് കൊണ്ടുവന്നാണ്, എല്ലാം തേക്ക് മീട്ടിയാ. പുള്ളി പറഞ്ഞ് ഞാനും ശ്രദ്ധിച്ചു. അപ്പോൾ ഒരുത്തം പറഞ്ഞു, ഇത് ലൈറ്റെല്ലാം പ്രത്യേക ലൈറ്റാണ്, കെടുകയും കത്തുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരുത്തം പറഞ്ഞു, ഈ സെറ്റിയൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഇരുന്നിട്ട് നല്ല പതാന്നിരിക്കുന്നു. ഞാൻ പണ്ടൊരു വീട്ടിൽ ചെന്നപ്പം ആദ്യമായിട്ട് അങ്ങോട്ട് സെറ്റിയിലിരിക്കുക, എന്തോ സുഖമായിരുന്നു. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ അവർ കാപ്പി എടുക്കാൻ പോയപ്പോൾ ഞാൻ തന്നെ കുറേ നേരം ഇരിക്കുകയും പൊങ്ങുകയും ചെയ്തു. അവർ കണ്ടില്ല, ഞാൻ ആദ്യമായിട്ട് ഇരിക്കുകയല്ലയോ. ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് കാപ്പി എടുക്കാൻ അങ്ങോട്ട് പോരാ, ഞാൻ തന്നെ കുറേ നേരം ഇരിക്കുകയും. നടന്ന കാര്യമായി പറഞ്ഞു, നമ്മൾ ആദ്യമായിട്ട് ഇത് കാണുക. ഇപ്പോഴും അങ്ങനെ ചില രംഗങ്ങളൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവർ ഈ വീട്ടിൽ കയറി ഇതെല്ലാം കൂടെ കണ്ട് അന്തം വിട്ടുപോയി. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ആട്ടെ അന്ത്രയോസേ, നമുക്കിതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ, ഒന്ന് ഒരുത്തൻ പറഞ്ഞു, ആട്ടെ നമുക്ക് ഏതായാലും പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് ഇത് കാണാനെങ്കിലും ഇടയായല്ലോ, അതാ ഏറ്റവും വലിയ ഭാഗ്യം. നീ യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം, നീ യേശുവിനെ അനുഗമിക്കുന്നതാ നിന്റെ ഭാഗ്യം. ആരേലും നിനക്ക് 10 രൂപ തരുന്നെങ്കിൽ, പച്ചവെള്ളം തരുന്നെങ്കിൽ, നിന്റെ കുടുംബ മഹിമ കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ കായബലം കൊണ്ടോ വിദ്യാനിപുണത കൊണ്ടോ നിന്റെ അഭ്യാസം കൊണ്ടൊന്നും തരുന്നതല്ല. യേശു ഉള്ളത് കൊണ്ടാ, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തത് കൊണ്ടാ. ആരേലും ബഹുമാനിക്കുന്നെങ്കിൽ, നടന്നു ചെല്ലുമ്പോൾ കസേര വലിച്ചിട്ട് തരുന്നെങ്കിൽ, പച്ചവെള്ളം തരുന്നുണ്ടെങ്കിൽ, 10 രൂപ തരുന്നുണ്ടെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം തരുന്നെങ്കിൽ, എൻ്റെ പ്രിയരെ, നമ്മുടെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ മഹിമ കൊണ്ടോ വിദ്യാനിപുണത കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. ഹല്ലേലൂയ. അനുഭവിക്കുന്ന എല്ലാ നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കുക. അത് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാനവൻ എന്ത് പകരം കൊടുക്കും? രക്ഷകന്റെ പാനപാത്രമെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദാവീദ് പാടിയതുപോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്ന് രാത്രിയിലും ഞാൻ പറയട്ടെ, നീ ഒരു നല്ല വീട്ടിൽ കിടക്കുന്നെങ്കിൽ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. നീ നല്ലൊരു വണ്ടിയായി യാത്ര ചെയ്യുന്നെങ്കിൽ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. നീ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. ഒരു നേരം നല്ല ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അത് കർത്താവിനെ അറിഞ്ഞത് കൊണ്ടാ. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക.
എനിക്ക് പാടാനുള്ള ട്യൂണും കൃപയില്ലെങ്കിൽ സന്ദർഭം എന്നുകൊണ്ട് പുതിയ പാട്ടാ, എന്നാലും നല്ല പാട്ടാ. അർഹിക്കാത്ത നന്മകളോ എനിക്കേകിടും ദൈവത്തിന് മഹത്വം കൊടുക്ക. നീ യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. ഞാൻ ഈ വെള്ളത്തുണിയൊക്കെ കൊടുക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എല്ലായിടത്തും ഞാൻ പറയുന്നതാ, എൻ്റെ വല്യപ്പനോ ഇങ്ങനെ വെള്ളത്തുണി എടുത്തുകൊണ്ട് ഈ റോഡിൽ കൂടെ നടക്കാൻ ഒരു കാലത്ത് അനുവദിക്കുകയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അന്തസ്സായിട്ട് ആരും ഈ തുണി പറിച്ചു കീറുന്നുമില്ല, പിടിച്ച് വലിക്കുന്നുമില്ല, ഉരിഞ്ഞുകൊണ്ട് ഓടുന്നുമില്ല. സ്തോത്രം. അന്തസ്സായിട്ട് ഈ വെള്ളത്തുണി കൊടുത്ത് നടക്കുന്നതിൻ്റെ കാര്യം നിനക്ക് മനസ്സിലായോ? യേശുവിനെ അറിഞ്ഞതുകൊണ്ടാ. അല്ല, യേശുവിൻ്റെ മാർഗം വന്നതുകൊണ്ടാ നീയും ഞാനും ഇന്ന് രാത്രിയിലും തൻ്റെ ഇടത്തോടും അന്തസ്സോടും ഇവിടെ ജീവിക്കുന്നത്. പിണങ്ങരുത്. പണ്ട് കാലത്ത് ഒരു കണ്ണാടി മേടിക്കാനൊന്നും പലർക്കും മാർഗമില്ല. ഉണ്ടോ? നിങ്ങളുടെ വല്യപ്പനോ വല്യമ്മയ്ക്കോ ഒരു കണ്ണാടി മേടിക്കാനൊന്നും മാർഗമില്ല. പിന്നെ ആരും ഒരു കണ്ണാടി മേടിച്ചു കൊടുത്തതല്ല, അത് വെച്ചോണ്ട് വേറെ ഒക്കെ വായിച്ചു. ഒരു കാലൊടിഞ്ഞു, ഒരു കാല് പോയപ്പോൾ പിന്നെ ചാക്യാരുടെ ഒരു പരുവത്തിൽ മറന്നുപോയോ? വലിയ തള്ളയുടെ ഒരു കാല്, ഈ കണ്ണാടിയുടെ ഒരു കാലില്ല, തള്ളതിന് ചാക്യാരുടെ. പണ്ട് ഞാൻ കണ്ടതാ, ചാക്യാരുടെ തള്ളക്ക് കിട്ടിയില്ല, അതുകൊണ്ടൊരു കൈ അങ്ങ് പിടിക്കുക. കൈ പിടിച്ചോണ്ടാ വായിക്കുന്നത്. ഇപ്പോഴത്തെ നല്ല കണ്ണടയൊക്കെ വെച്ചിരുന്ന് ഉറങ്ങുക. ഞാൻ കണ്ട് ഉറങ്ങുകയാണെന്നോ വായിക്കുകയാണോ എന്ന് ആരറിഞ്ഞ്? ഉറങ്ങുക എന്നുള്ളതാ പരമാർത്ഥം. ഇടയ്ക്ക് ഞെട്ടുന്ന ഞാൻ കണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം നല്ല കണ്ണടയെല്ലാം വെച്ച് നല്ല ഇരിക്കുക. അതൊക്കെ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. നല്ല തുണി കൊടുക്കുന്നത് യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഉൾക്കൊള്ളാനൊക്കത്തില്ല, പക്ഷെ അനുഭവിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. നീ ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. സ്തോത്രം. അച്ചായൻ്റെ കൂടെ ബൈക്കിൽ ഇങ്ങനെ പുറകിലിരുന്ന് അച്ചായനെ ഒരു കൈ കൊണ്ട് അച്ചായനെ പിടിച്ച് സഹോദരൻ ഇങ്ങനെ കാണിച്ചു പോകുന്നതൊക്കെ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. എന്നാലും അച്ചാന നെടുങ്കും നമ്മളവ് വീശിയെടുക്കുക. ഇങ്ങനെ ബേക്കുട്ടി നീ വീശുന്നതൊക്കെ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? യേശു നിന്റെ ഉള്ളത്തിൽ വന്നത് കൊണ്ടാ. നല്ല വീട്ടിൽ കിടക്കുകയല്ലേ, പാനെല്ലായിട്ട് കിടക്കുക. ചിലടത്ത് AC, ചിലടത്ത് പാന്. പണ്ട് ഈ ചൂട് പിടിക്കുമ്പോൾ എവിടാ പാന്? ഒന്നെങ്കിൽ റബ്ബർ തോട്ടത്തിൽ പോയി കിടക്കും ചൂട് കയറിയിട്ട്. അന്നേരം അവിടെ വെയിൽ വന്നു ഉടനെ എടുത്ത് ഇങ്ങോട്ടിട്ട് ഇവിടെ കിടന്നതൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം. ഇല്ലേ? സത്യം പറ, സത്യം പറ, സത്യം പറ. ചിലർ പാള കൊണ്ട് വീശി ഊപ്പാട് വന്ന് ഉണ്ട്. പാള കൊണ്ട്. വേറെ ചില അപ്പന്മാർ പറയും, എടാ മുറവെടുത്തോണ്ട് വന്ന് കൊച്ചുങ്ങൾ ചിത്രത്തിരുന്നാളിനെ വീശുമ്പോൾ അതിനാണ് ഇങ്ങനെ കിടക്കുക. മുറവാകുമ്പോൾ കുറച്ചുകൂടെ കാറ്റ്. ഞാൻ തമാശ പറഞ്ഞതല്ല. അങ്ങനെ ഞാനും ഷാജി പാസ്റ്ററും അങ്ങനെ കിടന്നിട്ടുണ്ട്. ഒരാളെങ്കിലും ഉണ്ടല്ലോ, ഇല്ലേ? മുറത്തിന് വീശുക. പണ്ട് ഞാൻ ഹൈറേഞ്ചിൽ ചെന്നപ്പം എന്തോ അന്ന് പകലൊരു ഭയങ്കര ചൂട്. അന്ന് ചൂടുള്ളൊരു ദിവസമാണ്. എന്തോ ചെയ്യാൻ? ഹൈറേഞ്ച് പണ്ട് തണുപ്പാണ്, പിന്നീട് ചൂടുമൊക്കെ ഇപ്പം പഴയ തണുപ്പൊന്നുമില്ല. അപ്പം പകല് നല്ല ചൂട് വന്നപ്പോൾ എവിടാ പാന്? പൊരുന്ന കോഴിയെ പിടിച്ച് കെട്ടിത്തൂക്കി. അത് കിട്ടത് ഇങ്ങനെ എന്നാ കോഴിയത്തു തള്ളയറിഞ്ഞില്ല. അവരറിയാതെ കോഴിയെ പിടിച്ച് കെട്ടിത്തൂക്കി. ഓടിക്കിടന്ന് കുറച്ചു നേരം കിടന്ന് പിന്നെ ചൊറിഞ്ഞൂപ്പാട് വരാ. ഭൂതയുള്ള കോഴിയായിരുന്നു. ദൈവമേ, ഭൂതയെല്ലാം കൂടെ ദേഹത്ത് കയറി ചൊറിഞ്ഞൂപ്പാട് വന്ന് ഭൂത എന്നാ പറയുന്നത്. കോഴിപ്പൂത. അയ്യോ, ചൊറിഞ്ഞ് കടിച്ച് ഊപ്പാട് വന്ന് അവസാനം പോയ കാര്യമൊന്നും പറയുന്നില്ല. കാറ്റ് കൊള്ളാൻ പോയ പുള്ളി പിന്നെ
അല്ല, ഞാൻ പറഞ്ഞത് അന്ന് ഫാനൊന്നുമില്ലെന്നേ. വാളയൊക്കെ കമങ്ങിൻ്റെ വാള ഒരെണ്ണം കളയുകയല്ല. അമ്മ പറയടാ കൊച്ചുകൊണ്ട വാള ഉടനെ തള്ളി അത് കീറി ഓരോരുത്തർക്കും ഓരോ വാള. എന്നാ ഇത് അച്ചായൻ്റെ വാള, അത് ചെല്ലി പറയില്ലേ, എടി ഞാൻ ഇറകത്ത് വെച്ച എൻ്റെ വാള. ഓ, നിങ്ങൾക്കൊന്നും എല്ലാം ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് വന്ന തള്ളമാരാ. വാള കൊണ്ട് വീശിൻ്റെ ഊപ്പാട് വന്നതാ. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം ഇന്ന് രാത്രി പറയാ. അതുകൊണ്ട് ഇപ്പം നല്ല വീട്ടിലൊക്കെ കിടക്കുമ്പോഴേ, ഫാനിൻ്റെ കീഴിൽ കിടക്കുമ്പോഴേ, ഇപ്പം കിടന്നുകൊണ്ട് തന്നെ പിടിച്ച് തിരിക്കുന്നത് 5, 4, 2. ഇപ്പം പിന്നെ തിരിക്കുകയും വേണ്ട, റിമോട്ടാ. മലന്ന് കിടന്നുകൊണ്ട് ഞെക്കുക. അന്നേരം ഞാൻ തമാശ പറഞ്ഞതല്ല. അല്ല, ഇതൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാ കേട്ടോ. നീ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. നിന്റെ നിക്ഷേപമവനെന്നു കരുതാം, എങ്കിൽ സാക്ഷേമമവനിൽ അമരാ. ഇത്ര ശ്രേഷ്ഠന ഒരുവൻ നിൻ കൂട്ടിനാൽ അരികിലുണ്ടതിനാൽ എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി നീ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ശിഷ്യന്മാര് പറഞ്ഞത്, നമ്മൾ പുള്ളിയുടെ കൂടെ 2-3 കൊല്ലമായിട്ട് കൂടിയത് കൊണ്ട് ഈ വലിയ വീട്ടിൽ കയറാനെങ്കിലും. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും ഒന്നുകൂടെ പറയുക. ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ചില രാജ്യങ്ങളിലും ചില സ്ഥലങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ എന്തോ വലിയ വീട്ടിലൊക്കെയാണ് നമ്മളെ കയറ്റിക്കൊണ്ട് കിടക്കാൻ ഇട തരികയും ഭക്ഷണം തരികയൊക്കെ ചെയ്യുന്നത്. ചില വീട്ടിൽ ചെന്നാൽ നമ്മൾ അന്തം വിട്ട്, ഇത് വീടാന്നോ എന്തുവാ, അയ്യോ ഭയങ്കരം വീടുകൾ. ഒരിക്കലും വലിയ വീട്ടിൽ കൊണ്ടുചെന്ന് യോഗത്തിന് കൊണ്ടുചെന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ബാത്റൂമിലൊന്ന് പോകണം. പുള്ളി 2-3 വഴിയെല്ലാം കഴിഞ്ഞ് വേറെ കൊണ്ട് അവിടെ ചെന്ന് എന്നാൽ പൊക്കോളാൻ പറഞ്ഞേച്ച് പുള്ളി ഒന്നും പോയില്ല. ഓ, ഇതെവിടാ തുടർന്ന് തന്നെതാ, ഇതെവിടാ തുച്ചവിടാ, വെള്ളം വരുന്ന ഇതിലേ കൂടാ, ചൂടാന്നോ തണുപ്പാന്നോ, നമുക്കിത് വല്ലതും വെളിവുണ്ടോ? ആദ്യമായിട്ട് കാണുക. ഞാൻ പിന്നെ എല്ലാം നോക്കിയിട്ടൊന്നും പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ബെല്ലുണ്ട് അല്ലച്ചപ്പോൾ പുള്ളി വന്ന് അല്ല ഓക്കെ. ഞാൻ പറഞ്ഞു ഒന്നും ഓക്കെ ആയില്ല. ഓക്കെ ആണ്, ഇനി ഇച്ചിരി സമയം കൂടെ വീട്. അപ്പം ഞാൻ ചോദിച്ചില്ല വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ പുള്ളി പറഞ്ഞു കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിന്നെ ഒക്കെ കാണിച്ചൊരു പരുവത്തിന്. അല്ല കുറ്റമല്ല, അങ്ങനെയുള്ള വീടുകളിലൊക്കെ ചെന്നിട്ടുണ്ട്. അല്ല അവിടെ കയറാനും ഇത് കാണാനും ഒക്കെ ഇടയായത് യേശുവിനെ അറിഞ്ഞുകൊണ്ടല്ലേ. എൻ്റെ ഭാഷ പറഞ്ഞാൽ കുട്ടനാട്ടിൽ ചെളിക്കകത്തും മിക്കവാറും എൻ്റെ ഫാദറിന് കള്ള് ഷാപ്പിൽ ജോലിയാണ്. ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യതയുണ്ട് യൂണിയൻ ആയതുകൊണ്ട്. ഒന്നെങ്കിൽ അതേ കിട്ടും, ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന ഇഷ്ടമായിരുന്നല്ലേ, ആ നിലയിലൊക്കെ പോകും. അതല്ലെങ്കിൽ പഠിക്കാൻ അത്ര മെച്ചമില്ല, പഠിത്തമില്ല. അതറിയാവില്ല, കേൾക്കുമ്പം പഠിത്തമില്ല. അപ്പം പിന്നെ ആ രീതിയിലൊക്കെ പോകാനാ സാധ്യത. പക്ഷേ യേശുവിനെ അറിഞ്ഞത് കൊണ്ട്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട്, ഉന്നതന്മാരുടെ, ശ്രേഷ്ഠന്മാരുടെ, കുലീനന്മാരുടെ, മിടുക്കന്മാരുടെ, ആമൻ സ്തോത്രം, വിദ്യാ നിപുണന്മാരുടെ, ആമൻ സമ്പന്നന്മാരുടെ ഒക്കെ കൂടെ യാത്ര ചെയ്യുവാനും അവരുടെ വീടുകളിൽ പോകുവാനും പാർക്കുവാനും ശുശ്രൂഷിപ്പാനും എല്ലാം ഇടയായതിൻ്റെ മർമ്മം എന്തെന്ന് ചോദിച്ചാൽ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ കർത്താവിനെ അറിഞ്ഞതാ നിന്റെ മാന്യത. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പറഞ്ഞത്, നമ്മൾ പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് ഇതിനകത്ത് കയറാനും കാണാനും ഇടയായി. ഒരുത്തൻ പറഞ്ഞു, അധിക നേരം ഇരിക്കണ്ട, പുള്ളി ഇപ്പോൾ ഇവിടുന്ന് പോകും, പുള്ളി പോകുമെന്ന് സൂക്ഷം നമ്മളെ ഇവിടുന്ന് ഇറക്കും. പുള്ളി അതുകൊണ്ട് ഉള്ളത് കൊണ്ടാണ് ഇവിടെ
ഇരുത്തുന്നത്. അപ്പോൾ ചോദിച്ചു പുള്ളി അങ്ങോട്ട്, പുള്ളി ഇവിടുന്നേ പോകുന്നെന്നാണ് കഴിഞ്ഞ യോഗത്തിന് പറഞ്ഞേ. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ലെന്നാണ് കർത്താവ് പറഞ്ഞു. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ കാണുകയില്ല. അതിന് മുമ്പേ പറഞ്ഞു കഷ്ടാനുഭവങ്ങൾ കൂടെ പോകുക, ഞാനിവിടുന്ന് പോകുക, അതുകൊണ്ട് പറഞ്ഞ് പെട്ടെന്ന് കണ്ടോളാൻ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ആട്ടെ ജോയിക്കുട്ടി, നമുക്കിതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ, നമുക്ക് ഇത്രയൊരു വീടൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, ഇങ്ങനെ കാണാനൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും ഓർത്ത് ഈ വലിയ വീടുമൊക്കെ കണ്ട് ഹൃദയം അങ്ങ് കലങ്ങി. ഈ വീടും കൂടെ കണ്ടാ കലങ്ങിയത്. അതുകൊണ്ടാണ് കർത്താവ് 14-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീടൊന്നും കണ്ട് കലങ്ങണ്ട, വേറൊരു വീട് ഒരുക്കുന്നുണ്ട്. ഇവിടുത്തെ വീട് എല്ലാം സ്ഥിരതയുള്ള വീടല്ല. ലത്തൂരിൽ ഭൂകമ്പമുണ്ടായി തവിട് പൊടിയായി, കോട്ടയത്തും കഴിഞ്ഞ നാളിലൊക്കെ ചെറുതായിട്ട് ചാലിച്ചു, പെരക്കാത്തിരുന്ന സകല എണ്ണവും വെളിയിലിറങ്ങി നിന്നു. അപ്പം ചുമതലപ്പെട്ടവർ പറഞ്ഞു, തുറസായ സ്ഥലത്ത് നിൽക്കുന്ന കുറച്ചുകൂടെ 3 നില വീട് പണിത് മാർബിൾ, രാജസ്ഥാൻ മാർബിളിട്ട അവറാച്ചന് നേരെ പോയി പറമ്പിൽ നിൽക്കുക. പെരക്കാത്ത് കയറാൻ മേല. വായിച്ചതല്ലേ, കണ്ടതല്ലേ? സ്തോത്രം. ഇതൊന്നും ശാശ്വതമല്ല. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ്, ഇവിടുത്തെ വീടും ചുറ്റുപാടും കണ്ട് ഇളകരുത്. ഈ കമ്പിയും മെറ്റലും കുമ്മായോ അല്ലെങ്കിൽ സിമെന്റും ഒക്കെ മെറ്റീരിയലാ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. നല്ല ഒരു വീട് ഞാൻ നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. വീടൊന്നൊരുക്കി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്തു പോയ എൻ പ്രാണനാഥൻ. വീടൊന്നൊരുക്കി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്തു പോയ എൻ പ്രാണനാഥൻ. വാക്ക് മാറുകില്ല, താമസിക്കുകയില്ല, വാക്ക് മാറുകില്ല, താമസിക്കൂ. വാഗ്ദത്തം പോൽ വാനിൽ വെളിപ്പെടുമേ, വാക്ക് മാറുകില്ല, താമസിക്കുകയില്ല, വാഗ്ദത്തം പോൽ വാനിൽ വെളിപ്പെടുമേ. യേശുവേ ഞാൻ കണ്ടിടുന്നു, കൺമണി പോലെന്നെ കാക്കുന്നോനാ. കൃപയിൻ നിറവായി, കരുണമയനായി, കാരുണ്യവാനായി, രക്ഷകനായി. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി, താഴ്ത്തി മരക്കുരിശിൽ മരണം വരെ. അതേ, നേരമില്ല, സമയം പോയല്ലോ. അപ്പൊ ഇവര് ഹൃദയം കലങ്ങാനുള്ള കാര്യം, ഈ വലിയ വീടും ചുറ്റുപാടും ഫർണിഷനായിട്ടുള്ള റൂമും ഇതെല്ലാം കൂടെ കണ്ട് ഹൃദയം കലങ്ങി. അതുകൊണ്ട് കർത്താവ് ഉള്ളമറിയുന്ന പറയുക, ഇതൊന്നും കണ്ട് കലങ്ങി പോകരുത്. ഈ വലിയ വീടും പട്ടണത്തിലെ വീടും ചുറ്റുപാടും കണ്ട് നിങ്ങൾ കലങ്ങരുത്. ഞാനൊരു വീടൊരുക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ഇതാ നമ്മുടെ പ്രത്യാശ. ഹൃദയം കലങ്ങരുത്. കലങ്ങാനുള്ള കാരണത്തിൽ ഒന്നിതാ. ഇനി കലങ്ങരുതെന്ന് പറയാൻ ഒരു 3 കാരണം അതേ പറയുന്നുള്ളൂ, അത് വിശദീകരിക്കുന്നില്ല. 3 കാരണം. 1, സ്തോത്രം, നമുക്കൊരു ദൈവമുണ്ട്. ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഇന്ന് രാത്രി മനോവേദനയോടെ ദുഃഖത്തോടെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയരെ, ഹൃദയം കലങ്ങരുത്. നമുക്കൊരു ദൈവമുണ്ട്. ഏകദൈവമായ, നിത്യദൈവമായ, സത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, സകല മനുഷ്യരുടെയും ദൈവമായ നസറയനാകുന്ന യേശുക്രിസ്തു. വിവരിക്കുന്നില്ല. ഹൃദയം കലങ്ങരുത്, നമുക്കൊരു ദൈവമുണ്ട്. ഈ ആയുസ്സിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവത്തെ ഭജിക്കുന്നതാണ്, സത്യദൈവത്തെ സേവിക്കുന്നതാണ്.
ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ പഠിക്കുമ്പോൾ വായിപ്പിക്കുന്നില്ല. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ ബലഹീനവും ദരിദ്രമായ ആരുപാടങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. എത്ര പേരുടെ പുറകെ പോയി? ചെല്ലു പറഞ്ഞു, ആണ്ട അവിടെ ശാന്തമ്മ ഇരിക്കുന്നു, ദൈവം കളിച്ചിരിക്കുന്നു. ഉടനെ പറഞ്ഞു, എൻ്റെ ശാന്തമ്മ ഞങ്ങളെ രക്ഷിക്കണേന്ന്. ശാന്തമ്മ ഇത് കഴിയും പറയാ, ഞാൻ വീട് പണി നടത്തോണ്ടിരിക്കുക, എന്നെ രക്ഷിക്കാൻ. ശാന്തമ്മ ഏതാന്ന് പിടികിട്ടിയത്? അന്നേരം ശാന്തമ്മ എവിടെ ദൈവം കളിച്ചപ്പോൾ തങ്കമ്മ ഇപ്പറേ ദൈവം കളിക്കുന്നു. ഉടനെ തങ്കയുടെ അന്നേരം പറഞ്ഞു, ബാബു ദൈവമായിട്ട് അവിടെ ഇരിക്കുന്നെന്ന്. ദൈവം ബാബു എവിടെല്ലാം പോയി, എവിടെല്ലാം ചെന്ന് കയറി. ഗുണം വല്ലവും വന്നോ? നടന്നൂപ്പാട് വന്ന് കാശ് പോയതല്ലാതെ. എന്നാളൊരു ഞാൻ ചോദിച്ചു, എങ്ങനുണ്ട്? എണ്ണ കൂടി ചൂപ്പാട് വന്നെന്ന്. പ്രാർത്ഥിച്ചങ്ങ് എണ്ണ കൊടുക്കുക, നിന്ന് കന്ന് വെള്ളം കുടിക്കും പോലെ കുടിപ്പിച്ച പുള്ളി പറയാം, ഇറങ്ങട്ടെന്ന്. എന്നെ ഇറങ്ങുന്നുണ്ട്. പട്ടാന്നില്ല, എവിടെല്ലാം പോയി. വല്ല ഗുണവും വന്നോ? ഇരമ്യാ പറഞ്ഞ ഒരു ഗുണവും വന്നില്ലെന്നാ. മീകാ പറഞ്ഞിരിക്കുന്നത് സകല മുഖവും വിളറിയിരിക്കുന്നു. എന്നാൽ ഗുണം വന്നത് എപ്പോഴാ? യേശുവിനെ അറിഞ്ഞപ്പോഴാ. അവിടുന്ന് സത്യദൈവമാ, നിത്യദൈവമാ, ജീവനുള്ള ദൈവമാ. ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ നമ്മൾ എവിടെല്ലാം പോയി, എന്തെല്ലാം ചെയ്തു, ഒരു പ്രയോജനവും വന്നില്ല. യേശുവിൻ്റെ അടുക്ക വന്നപ്പോൾ നിനക്ക് സമാധാനമുണ്ടായി, സന്തോഷമുണ്ടായി, മനഃശാന്തി ഉണ്ടായി. നിന്റെ കുടുംബം രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി അതുകൊണ്ട് ഒരു കാര്യം പറയാ, ഹൃദയം കലങ്ങരുത്. കാരണം നമുക്കൊരു ദൈവമുണ്ട്. ഓടിച്ചു നിർത്തുക. അതാണ്ട് ബൈബിള് കൊടുത്തേക്കാം, അല്ല ഇനിയും ബൈബിൾ ഇരുന്നിട്ടാ പിന്നെയും പ്രസംഗിച്ചെന്ന് വേണ്ട. സ്തോത്രം. ഹൃദയം കലങ്ങരുത്. അതിന് രണ്ടാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? നമുക്കൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ സ്ഥലം ഒന്നുമില്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട. നല്ല സ്ഥലം നമുക്ക് ഒരുക്കുന്നുണ്ട്. സ്തോത്രം. അതും വിവരിക്കുന്നില്ല. ഇവിടുത്തെ സ്ഥലമെല്ലാം തർക്കത്തിലും വാദത്തിലും കിടക്കുക. ഇപ്പം തന്നെ സ്ഥലമൊക്കെ ആയിട്ട് തർക്കമായിട്ട് കിടക്കുക. വെള്ളം അങ്ങോട്ട് കൊടുക്കണോ ഇങ്ങോട്ട് കൊടുക്കണോ, ഞങ്ങൾ പണിയുമോ നിങ്ങൾ പണിയുമോ, ആൾക്കാരെല്ലാം കിടന്ന് കുഴയുക. ദൈവത്തിന് മഹത്വം ഇല്ലേ? തർക്കം. ഇത്ര വർഷത്തേക്ക് എഴുതി കൊടുത്തത് എന്തോ തർക്കമാ. ഇങ്ങോട്ട് കയറിയാൽ വെടിവെക്കുമെന്നാ പറയാനെ. അങ്ങോട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാ. ഇവിടുത്തെ സ്ഥലമെല്ലാം തർക്കത്തിൽ കിടക്കുക. എന്നാൽ തർക്കമില്ലാത്തൊരു സ്ഥലം നമുക്ക് ഒരുക്കുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലം നമുക്ക് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 3, ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം, സ്തോത്രം, കർത്താവ് പറയാ, ഞാൻ പോയി സ്ഥലമെല്ലാം ഒരുക്കിയാൽ തിരിച്ചു വരും. ഹൃദയം കലങ്ങരുതെന്ന് പറയാം. 3ാമത്തെ കാര്യം, നമ്മുടെ കർത്താവ് വീണ്ടും വരാൻ പോകുകയാണ്. എന്തിനാണെന്നറിയാമോ? തിരുസഭയെ ചേർത്ത് കൊള്ളാൻ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു വീണ്ടും വരും. ഒരിക്കൽ യേശു വന്നു. എന്തിന്? പാപപരിഹാരം വരുത്തുവാൻ. വരുത്തിയച്ച് അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്ത് അവൻ സ്വർഗാരോഹണം ചെയ്ത് ഇപ്പൊ സ്വർഗത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു അധികം താമസിക്കാതെ തിരുസഭയെ ചേർക്കാൻ വീണ്ടും വരാൻ പോകുകയാ. അവിടുന്ന് തിരിച്ചു വരും. ആര് പോകും? മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശയെടുത്ത് പ്രാർത്ഥന കഴിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന കർത്താവിന്റെ വരവനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ആ പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. യേശുവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെ ഒന്നും നേടാനൊത്തില്ലെങ്കിലും കർത്താവിന്റെ വരവിൽ എല്ലാവരും എടുക്കപ്പെടണം.
ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം വർത്തിക്കുവാൻ താമസിക്കുന്നില്ല. കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ മുമ്പേ വായിച്ച തീത്തോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്: ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ജീവിക്കണം. ലോക ഇമ്പങ്ങളിലും ലോക ആഡംബരങ്ങളിലും ലോക മോഹങ്ങളിൽ കുടുങ്ങിപ്പോയാൽ അവിടുത്തെ വരവിൽ എടുക്കപ്പെടുകയില്ല. ഭക്തിക്ക് കേടുണ്ടാക്കുന്ന, ഭക്തിക്ക് ഹാനി വരുത്തുന്ന ഒന്നിലും ഇടപെടാതെ ഭക്തികേടും പ്രപഞ്ചമോഹം വർജിച്ചിട്ട് വർജനമാചരിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. കലങ്ങാനുള്ള കാരണം പലതാ. അതിലൊരു കാര്യം, ആ വീട് കണ്ട് കലങ്ങിയതാ. വീടും ചുറ്റുപാടും കണ്ട് ഹൃദയം കലങ്ങി. നിരാശപ്പെടരുത്, ഒരു വീടൊരുക്കുന്നുണ്ട്. കലങ്ങരുതെന്ന് പറയാനുള്ള കാര്യം പല കാര്യത്തിലും 3 കാര്യം. 1, ആമേൻ സ്തോത്രം, നമുക്കൊരു ദൈവമുണ്ട്. 2, നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നുണ്ട്. 3, അതൊരുക്കി ക്രമപ്പെടുത്തി തിരിച്ചു വന്ന് നമ്മെ ചേർത്തുകൊണ്ട് അങ്ങ് പോകും. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ അല്പസമയങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാം. യേശു വീണ്ടും വരും, യേശു വീണ്ടും വരും. ഈ പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാട്ടെ. അവിടുത്തെ വരവിലാരും കൈവിടപ്പെട്ടു പോകരുത്. അവിടുത്തെ വരവിലാരും ആമേൻ സ്തോത്രം ഉപേക്ഷിക്കപ്പെട്ടു പോകരുത്. അവിടുത്തെ വരവിനായി നമുക്കൊരുക്കാം. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അമ്പരത്തിൻ ശക്തികൾ ഭ്രമിച്ചിടുന്നതാൽ അമ്പരപ്പിനാലിലോ നടുങ്ങിടും നിതാ. അമ്പരത്തിൻ ശക്തികൾ ഭ്രമിച്ചിടുന്നതാൽ അമ്പരപ്പിനാലിൽ ലോകം കൈയടിച്ചു. ഓ യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. ഓ നീക്കം ലോകവാഴ്ച യേശു രാജരാജൻ, ഓ സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി. നീക്കും ലോകവാഴ്ച യേശു രാജരാജനായി. സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. കയറി വരുവിനെന്ന ദൈവശബ്ദത്തെ പതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങുന്നുവോ. ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദത്തെ പതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന ബഹുമാനരായ എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും വെളിയിലൊക്കെ ധാരാളം ആൾക്കാർ ശ്രദ്ധിച്ചു. ദേശവാസികൾ, ടൗണിൽ വ്യാപാരം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, എല്ലാവർക്കും നന്ദി. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്നാട്ടെ. 1 മിനിറ്റ് നമ്മുടെ സമാപന യോഗമാ. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒക്കുന്നെങ്കിൽ 2 കരങ്ങളും വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കരങ്ങൾ വീശി പാർക്കും നമ്മളെല്ലാം. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കാം. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തദാസനും സഭയ്ക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഐശ്വര്യമായി വചനം ശുശ്രൂഷിച്ച നിങ്ങൾ ആരാധനയ്ക്ക് എങ്ങും പോകാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ വന്ന് ആരാധിക്കണം, നിത്യതയിലെത്തണം. അതിന് വേറെങ്ങും പോകാത്തവരും പോകാൻ താല്പര്യമുള്ളവർ
ഈ ദൈവദാസനുമായിട്ട് പരിചയപ്പെട്ട് നമ്പർ മേടിച്ച് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും സംബന്ധിക്കണമെന്നും ദൈവദാസൻ എന്നുള്ള നിലയിൽ ഓർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഐശ്വര്യമായി ഇന്ന് രാത്രി വചനം ശുശ്രൂഷിച്ച കർത്തദാസനുള്ള നന്ദി അറിയിക്കുകയാണ്. ആമേൻ.